DNA ആസ്ട്രോളജിയിൽ സൂര്യൻ സൺ വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. പരമ്പരാഗത ജ്യോതിഷത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച കർമ്മഫലങ്ങളും കാർമിക് പാറ്റേൺസ് ജനിതക സവിശേഷതകളും വിശകലനം ചെയ്യാനാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. DNA ആസ്ട്രോളജി പ്രകാരം സൂര്യൻ പ്രധാനമായും ഇനി പറയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. 1. പിതാവും പിതൃ പരമ്പരയും, ഫാദർ ആൻഡ് പെറ്റേണൽ ലീനിയേജ്. സൂര്യൻ പ്രധാനമായും നിങ്ങളുടെ പിതാവിനെയും പിതാവ് വഴിയുള്ള പിതൃ പരമ്പരയെയും പെറ്റേണൽ ആൻസിസ്റ്റേഴ്സ് പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ DNA-യിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്ത് കർമ്മഗുണങ്ങളാണ് അല്ലെങ്കിൽ ദോഷങ്ങളാണ് എത്തിയിട്ടുള്ളതെന്ന് സൂര്യൻ്റെ സ്ഥാനം നോക്കി മനസ്സിലാക്കാം. 2. ആത്മാവും ജീവശക്തിയും, സോൾ ആൻഡ് ലൈഫ് ഫോഴ്സ്. ശരീരത്തിലെ ജീവശക്തിയുടെ അഥവാ ആത്മകാരകനാണ് സൂര്യൻ. ഒരാളുടെ വ്യക്തിത്വം, ആത്മവിശ്വാസം, ഉന്മേഷം എന്നിവ സൂര്യൻ്റെ സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കും. 3. അധികാരം, പദവി, സർക്കാർ, അതോറിറ്റി ആൻഡ് സ്റ്റേറ്റസ്. സമൂഹത്തിലുള്ള പദവി, അധികാരം, സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാരുമായുള്ള ബന്ധങ്ങൾ എന്നിവ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർവികർ ഭരണപരമായോ അധികാരപരമായോ കൈകാര്യം ചെയ്ത കാര്യങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് സൂര്യൻ വ്യക്തമാക്കുന്നു. 4. അസ്ഥികൾ, ബോൺസ് ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചർ. ശരീരശാസ്ത്രപരമായി നോക്കിയാൽ DNA ആസ്ട്രോളജിയിൽ സൂര്യൻ അസ്ഥികളെയും ബോൺസ്, കണ്ണിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ടോ എന്ന് സൂര്യൻ്റെ ജാതകത്തിലെ നിൽപ്പ് പരിശോധിച്ച് കണ്ടെത്താൻ ആകും. DNA ആസ്ട്രോളജിയിലെ പ്രത്യേകത. ഈ പഠനരീതി അനുസരിച്ച് സൂര്യൻ നിൽക്കുന്ന രാശിയും നക്ഷത്രവും വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പൂർവികർ ചെയ്ത പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാണ്, പിതൃദോഷം നിങ്ങളുടെ DNA-യെ ബാധിച്ചിട്ടുണ്ടോ, പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ജ്യോതിഷത്തിൽ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവ്, പ്ലാനറ്റ് കിങ് എന്നാണ് വിളിക്കുന്നത്. ആത്മകാരകനായ സൂര്യന്റെ പ്രധാന കാരകത്വങ്ങൾ, സിഗ്നിഫിക്കേഷൻസ് ഇനി പറയുന്നവയാണ്. പ്രധാന കാരകത്വങ്ങൾ. 1. ആത്മാവ്, സോൾ. വ്യക്തിയുടെ ആത്മബലം, ആത്മവീര്യം, ആന്തരികമായ ശക്തി എന്നിവയുടെ പ്രധാന കാരകൻ സൂര്യനാണ്. 2. പിതാവ്, ഫാദർ. ജാതകത്തിൽ പിതാവിനെയും പിതൃ പരമ്പരയെയും പിതാവിൽ നിന്നുള്ള ഗുണദോഷങ്ങളെയും സൂചിപ്പിക്കുന്നു. 3. ഭരണം അഥവാ അധികാരം, അതോറിറ്റി ആൻഡ് ഗവൺമെന്റ്. സർക്കാർ ജോലി, രാഷ്ട്രീയ അധികാരം, ഉന്നത പദവികൾ, ഭരണാധികാരികൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 4. ആരോഗ്യം, ഹെൽത്ത് ആൻഡ് വൈറ്റലിറ്റി. ശരീരത്തിലെ ജീവശക്തിയുടെയും രോഗപ്രതിരോധ ശേഷിയുടെയും പ്രഭവ കേന്ദ്രം സൂര്യനാണ്. 5. അസ്ഥികൾ, ബോൺസ്. ശരീരത്തിലെ അസ്ഥിഘടന, നട്ടെല്ല് എന്നിവയുടെ കാരകനാണ്. 6. കണ്ണുകൾ, ഐസ്. പ്രധാനമായും വലതുകണ്ണിനെ, പുരുഷന്മാരിൽ പ്രധാനമായും വലതുകണ്ണിനെ സൂര്യൻ സൂചിപ്പിക്കുന്നു. 7. തേജസ്സും പ്രശസ്തിയും, ഫെയിം ആൻഡ് റേഡിയൻസ്. ഒരാൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന അംഗീകാരം, പ്രശസ്തി, മുഖത്തെ തേജസ് എന്നിവ സൂര്യന്റെ സ്വാധീനമാണ്. 8. ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നേതൃപാടവം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ധൈര്യം എന്നിവ. 9. ക്ഷേത്രങ്ങൾ അഥവാ ആരാധനാലയങ്ങൾ. വിശുദ്ധമായ സ്ഥലങ്ങൾ, രാജകൊട്ടാരങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിവ സൂര്യന്റെ അധീനതയിലാണ്. 10. സ്വർണം, ഗോൾഡ്. ലോഹങ്ങളിൽ സ്വർണത്തിന്റെ കാരകൻ സൂര്യനാണ്. 11. ഗോതമ്പ്,
ധാന്യങ്ങളിൽ ഗോതമ്പിനെ സൂര്യൻ പ്രതിനിധീകരിക്കുന്നു. മറ്റ് പ്രത്യേകതകൾ: ദിശ കിഴക്ക്, ഈസ്റ്റ്. രത്നം മാണിക്യം, റൂബി. നിറം ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച്. ദൈവം ശിവൻ അല്ലെങ്കിൽ സൂര്യഭഗവാൻ. സ്വഭാവം പിത്തപ്രകൃതം. ആയുർവേദയിൽ പിത്തദോഷ.